സോളാർ വാട്ടർ ഹീറ്ററുകളിൽ സാധാരണയായിട്ട് മഴ പെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കുറയുന്ന സമയത്തൊക്കെ വെള്ളത്തിന്റെ ചൂട് നന്നായിട്ട് കുറയാറുണ്ട്. ഈ സമയത്താണ് നമ്മൾ ഇലക്ട്രിക്കൽ വാട്ടർ ഹീറ്റേഴ്സിനെ ആശ്രയിക്കാറുള്ളത്. നമ്മുടെ ചുറ്റും ധാരാളം ബ്രാൻഡുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ലോകത്തിലെ നമ്പർ 1 വാട്ടർ ഹീറ്ററിനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാൻ അനീഷ് മൈക്കിൾ, M&S എഞ്ചിനീയറിംഗ് കമ്പനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതാണ് ഞാൻ പറഞ്ഞ ലോകത്തിലെ നമ്പർ 1 വാട്ടർ ഹീറ്റർ മാനുഫാക്ചറിംഗ് കമ്പനി. എവോ സ്മിത്ത് എന്നാണ് ഈ ബ്രാൻഡിന്റെ പേര്. നമ്മൾ ഈ കാണുന്നതെല്ലാം എവോ സ്മിത്തിന്റെ ഇൻസ്റ്റന്റ് ടൈപ്പിലുള്ള വാട്ടർ ഹീറ്റേഴ്സ് ആണ്. നമ്മുടെ ഇന്ത്യയിലും ടേൺ ഓവർ വൈസിൽ ഏറ്റവും കൂടുതൽ വാല്യൂവിന് വിൽക്കപ്പെടുന്ന വാട്ടർ ഹീറ്ററും ഈ എവോ സ്മിത്ത് ബ്രാൻഡിൻ്റെതാണ്. എന്നാലേ നമ്മുടെ കേരളത്തിൽ ഈ ബ്രാൻഡിന് അത്രയും അധികം പോപ്പുലാരിറ്റി വന്നിട്ടില്ല. ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ പോയിട്ട് വരുന്ന ആൾക്കാർക്ക് ഈ ബ്രാൻഡ് വളരെയധികം ഫെമിലിയർ ആയിരിക്കും. കാരണം അവിടെ എല്ലാം നമുക്ക് ഈ ബ്രാൻഡ് ധാരാളമായിട്ട് കാണാൻ പറ്റും. ഇലക്ട്രിക്കൽ വാട്ടർ ഹീറ്റേഴ്സിൽ 2 ടൈപ്പ് ഇലക്ട്രിക്കൽ ഹീറ്റേഴ്സ് ഉണ്ട്. ഒന്ന് വന്നിട്ട് ഇൻസ്റ്റന്റ് വാട്ടർ ഹീറ്റർ, രണ്ടാമത്തെ വന്നിട്ട് സ്റ്റോറേജ് വാട്ടർ ഹീറ്റർ. ഇൻസ്റ്റന്റ് വാട്ടർ ഹീറ്റർ എന്ന് പറയുന്നത് അതിനകത്ത് സ്റ്റോറേജ് സ്പേസ് വളരെയധികം കുറവാണ്. അപ്പൊ നമ്മൾ ഇവിടെ കാണുന്ന ഈ വാട്ടർ ഹീറ്റേഴ്സിനും 3 ലിറ്റേഴ്സ് ആണ് ഇതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നത്. സ്റ്റോറേജ് വാട്ടർ ഹീറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് 6 ലിറ്റർ, 10 ലിറ്റർ, അതുപോലെ 50 ലിറ്റർ, അപ് ടു 100 ലിറ്റേഴ്സ് വരെയുള്ള വാട്ടർ ഹീറ്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഇൻസ്റ്റന്റ് ഹീറ്റേഴ്സിനകത്ത് വെള്ളം നമ്മൾ ഈ ചൂടായ കോയിലിൽ കൂടെ വെള്ളം ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ എത്രത്തോളം ഹീറ്റ് ആവുമോ അത്രയും വെള്ളം നമുക്ക് ഹീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഇൻസ്റ്റന്റ് ഹീറ്റേഴ്സിൽ തന്നെ അതുപോലെ തന്നെ ഇതിന് പവർ കൺസപ്ഷൻ പവർ കുറച്ച് കൂടുതലാണ്. ഇത് ഒരു 3000 വാട്ട്സ് പവർ ഇൻസ്റ്റന്റ് ഹീറ്റേഴ്സിന് ഉണ്ടാവും. അപ്പോൾ അത്രയും പെട്ടെന്ന് തന്നെ ഈ കോയിൽ ചൂടാവുകയും അതിൽ കൂടെ പോകുന്ന വെള്ളം പെട്ടെന്ന് ചൂടായി വന്നുകൊണ്ടിരിക്കും. അതാണ് ഇൻസ്റ്റന്റ് ഹീറ്റേഴ്സിന്റെ ഒരു പ്രത്യേകത. ഇൻസ്റ്റന്റ് ഹീറ്റേഴ്സ് ഉപയോഗിക്കുന്നത് വളരെ കുറച്ച് ഉപയോഗം ഉള്ള സമയത്താണ് നമ്മൾ ഇൻസ്റ്റന്റ് വാട്ടർ ഹീറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ ഫ്ലോയും കുറച്ച് കുറവായിരിക്കും. എവോ സ്മിത്ത് ബ്രാൻഡിന് 2 മോഡലിലുള്ള ഇൻസ്റ്റന്റ് ഹീറ്റേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ മോഡലിന്റെ പേര് മിനി ബോട്ട് എന്നാണ്. ഈ ഒരു മോഡലിന്റെ പേര് നമുക്ക് കാണുന്ന ഈ ഒരു യുണീക് ഡിസൈനിൽ നമുക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആണ്. 2 കളേഴ്സിൽ ഇതിൽ അവൈലബിൾ ഉണ്ട്. ഈ കാണുന്നത് വൈറ്റ് കളറാണ്, ഇതിനെ തൊട്ടടുത്തിരിക്കുന്നത് ഇത് ബ്ലാക്ക് കളറാണ്. ഇത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളറിലാണ് ഈ പ്രോഡക്റ്റ് വന്നിരിക്കുന്നത്. സാധാരണ ഈ ബ്ലാക്ക് കളറിൽ അങ്ങനെ മറ്റ് ബ്രാൻഡ്സിന് അവൈലബിൾ അല്ല. എന്നാൽ എവോ സ്മിത്തിന് നല്ല ക്യൂട്ട് ഡിസൈനിലുള്ള ഒരു ബ്ലാക്ക് കളർ അവൈലബിൾ ആണ്. രണ്ടാമത്തെ മോഡലിന്റെ പേര് ഫാസ്റ്റ് ഓൺ എന്നാണ്. ഈ കാണുന്നതാണ് ഫാസ്റ്റ് ഓണിന്റെ ഡിസൈൻ. ഇതൊരു നല്ലൊരു യുണീക് ഡിസൈനിലായിട്ടുള്ള ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഇതൊരു ഡിസൈനാണ്. ഇതിൽ നമുക്ക് വൈറ്റ് കളറിലും അതുപോലെ തന്നെ ബ്ലാക്ക് കളറിലും അവൈലബിൾ ആണ്. ഈ 2 മോഡലും ഇതിന്റെ ഡിസൈൻസിനാണ് വ്യത്യാസമുള്ളത്. ബാക്കി ഇതിന്റെ ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ്. ഈ 2 മോഡലും തന്നെ 3000 വാട്ട്സിന്റെ പവർ ഇത് കൺസ്യൂം ചെയ്യും. ഈ മിനി ബോട്ട് എന്ന മോഡലിൽ ഔട്ടറിൽ നമുക്കൊരു കവർ ഉണ്ട്. ഇതൊരു ABS ബോഡിയാണ്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ബ്ലൂ ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഇൻപുട്ട് ലൈൻ. ഒരു ബ്രാസിന്റെ വാൽവ് ഉണ്ട്, ഒരു കൺട്രോൾ വാൽവാണ്. നമ്മളിത് തുറന്നു കഴിഞ്ഞാൽ എയർ റിലീസിംഗ് വാൽവാണ്. അതായത് എന്തെങ്കിലും എയറിന്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വെള്ളം വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എയർ റിലീസിംഗ് വാൽവാണ്. ഈ ഒരു ബ്ലൂ ലൈനാണ്, ഇതാണ് ഇൻപുട്ട് ലൈൻ. ഇതുവഴിയാണ് വെള്ളം ഇൻപുട്ട് കയറുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ ഇവിടെ ഒരു റെഡ് ലൈൻ കത്തി കിടക്കുന്നതാണ്. റെഡ് ലൈൻ ഇൻഡിക്കേഷൻ ഉണ്ടാവും. അതായത് ഈ റെഡ് ലൈൻ കാണിക്കുക മീൻസ് ഇത് റെഡിയാണ്, ഇത് ഹീറ്റ് ആവാൻ സ്റ്റാർട്ടായിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ഒരു ഗ്രീൻ ലൈൻ കത്തും. ഈ ഗ്രീൻ ലൈറ്റ് കത്തുക മീൻസ് ഹീറ്റായി കഴിഞ്ഞു, വെള്ളം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഹീറ്റായി കഴിഞ്ഞു. ഈ റെഡ് ലൈൻ കാണിച്ചിരിക്കുന്ന ഈ ഒരു ട്യൂബിൽ കൂടെ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാം. പിന്നെ ഇവിടെ ഒരു നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു റെഡ് കളർ സ്വിച്ച് ഉണ്ട്. ഈ റെഡ് സ്വിച്ച് ചെയ്യുന്നത് അതായത് സപ്പോസ് ഓവർ ഹീറ്റ് ആയി പോയി എന്തെങ്കിലും ഇലക്ട്രിക്കൽ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഇത് ട്രിപ്പ് ആവും. ഈ ലൈൻ പുറത്തോട്ട് വന്ന് ഇങ്ങനെ ട്രിപ്പായി നിൽക്കും. നമുക്കത് വീണ്ടും സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ നമുക്ക് വീണ്ടും പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരു റീസെറ്റ് ബട്ടണും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു 16 ആംസിന്റെ ഒരു പവർ സോക്കറ്റ് 3 പിൻ പ്ലഗ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഈ ഒരു നമുക്ക് ഔട്ടർ സൈഡിൽ നമുക്ക് ഇത് കാണാൻ പറ്റുന്നത്. നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഒന്ന് ഡിസ്മാൻഡിൽ ചെയ്ത് നോക്കാം. ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഡിസ്മാൻഡിൽ ചെയ്ത് നോക്കാം. ഇതിന്റെ 2 സ്ക്രൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സ്ക്രൂ ഡിസ്മാൻഡിൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും ഒരു വാട്ടർ ഹീറ്ററിന്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ടാങ്ക് ആണ്. ഈ ടാങ്കിന്റെ ഉള്ളിലാണ് ഇതിന്റെ കോയിൽ വരുന്നത്. ഇത് നമുക്കൊരു വിസിബിലിറ്റി കിട്ടാൻ വേണ്ടി അതിന്റെ ഒരു ഔട്ടർ കവർ വരുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഈ കാണുന്നതാണ് ഈ ഒരു വാട്ടർ ഹീറ്ററിന്റെ സ്റ്റോറേജ് ടാങ്ക്. 3 ലിറ്റർ ആണ് ഈ ടാങ്കിന്റെ കപ്പാസിറ്റി. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ടൈറ്റാനിയം സ്റ്റീൽ എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നൊന്നും ദ്രവിക്കുകയോ തുരുമ്പെടുക്കുകയോ അങ്ങനെ പോകത്തില്ല. എത്ര ഹാർഡ് വാട്ടർ വന്നാലും ഈ ടാങ്ക് ഇതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടിരിക്കും. ഈ ടാങ്കിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 2 mm ആണ് ഈ ടാങ്കിന്റെ തിക്നെസ്. അതുപോലെ തന്നെ 8 ബാർ പ്രഷർ ഈ ടാങ്കിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. നോർമൽ ബ്രാൻഡ്സിൽ ഈ വാൾ തിക്നെസ് എന്ന് പറയുന്നത് 0.8 to 1 mm ഒക്കെയാണ് ഇതിന്റെ തിക്നെസ് ഞാൻ ബ്രൗസറിൽ കണ്ടത്. എന്നാൽ എവോ സ്മിത്തിന് വന്നിട്ട് 2 mm തിക്നെസ് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഈ ടാങ്കിന്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു വാട്ടർ ഹീറ്ററിന്റെയും ഹാർട്ട് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു കോയിലാണ്. ഇതിന്റെ ഹൃദയമാണ് ഞാൻ ഊരിയെടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ കോയില്.
അപ്പോൾ ഈ ഇന്ത്യയിൽ ആദ്യമായി ഗ്ലാസ് ലൈൻ കോട്ടിംഗ് കൊണ്ടുവന്നത് എഒ സ്മിത്ത് ആണ്. അതിൽ തന്നെ ബ്ലൂ ഡയമണ്ട് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ടെക്നോളജി, ഒരു പാറ്റന്റഡ് ടെക്നോളജിയാണ്. ആ ടെക്നോളജിയും ഈ ഒരു കോയിലിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഒരു ബ്ലൂ ഡയമണ്ട് കോട്ടിങ് 3 ലിറ്റർ ടാങ്കിന്റെ ഉൾഭാഗത്തായിട്ടും കോട്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ബ്ലൂ കളറിൽ കാണുന്ന ഒരു കോട്ടിംഗ് ഉണ്ട്, അതൊരു ഗ്ലാസ് ലൈൻ കോട്ടിംഗ് ആണ്. ആ ഒരു കോട്ടിംഗ് ഇൻസൈഡ് ഇതിന്റെ, അതായത് വെള്ളം ടച്ച് ആവുന്ന എല്ലാ പാർട്ടുകളിലും തന്നെ ഈ ഒരു ബ്ലൂ ഡയമണ്ട് കോട്ടിംഗ് നമുക്കിത് കാണാം. ഈ ബ്ലൂ ഡയമണ്ട് ടെക്നോളജി എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് ലൈനിങ് ആയിട്ടുള്ള ഒരു കോട്ടിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ബോക്സിൽ ഇതിന്റെ അഡ്വാൻറ്റേജസിനകത്ത് തന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട്. ബ്ലൂ ഡയമണ്ട് ടെക്നോളജി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന്റെ 2x കൊറോഷൻ റെസിസ്റ്റൻസ് ആണ്. അത് 2 മടങ്ങ് അതിന്റെ കൊറോഷൻ ഫ്രീ ആയിട്ട് കിട്ടും. 2 ടൈംസ് ലൈഫ് സ്പാൻ ഈവൻ ഹാർഡ് വാട്ടർ കണ്ടീഷൻസ് അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ കമ്പനി കൊടുത്തേക്കുന്നത് ബ്ലൂ ഡയമണ്ട് ടെക്നോളജിയുടെ ഒരു കോട്ടിംഗ് ഉള്ളതുകൊണ്ടാണ്. ഈ ഒരു കോട്ടിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റിന്റെ ലൈഫ് എന്ന് പറയുന്നത് ഡബിൾ ആവും. അതാണ് കമ്പനി പറയുന്നത്. ഈ പ്രോഡക്റ്റിന് കമ്പനി കൊടുത്തേക്കുന്നത് 5 ഇയർ ആണ് വാറണ്ടി. അതിന്റെ ഇന്നർ ടാങ്കിനാണ് 5 ഇയർ വാറണ്ടി കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ഇന്നർ ഹീറ്റിംഗ് എലമെന്റ്, അതായത് മെയിൻ കോയിലിന് 3 ഇയർ വാറണ്ടിയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇതിന്റെ കമ്പനി പറയുന്നത് ഡബിൾ പ്രൊട്ടക്ഷൻ വിത്ത് തെർമൽ കട്ട് ഓഫ് ആൻഡ് മൾട്ടി ഫംഗ്ഷൻ സേഫ്റ്റി വാൽവ്. അതായത് എക്സസ് പ്രഷർ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു സേഫ്റ്റി വാൽവ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ അത് തെർമൽ കട്ട് ഓഫ് ആനുള്ള തെർമൽ പ്രൊട്ടക്ഷൻ യൂണിറ്റ് കൊടുക്കും. എഒ സ്മിത്ത് എന്ന ബ്രാൻഡിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ക്വാളിറ്റി തന്നെയാണ്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ എഒ സ്മിത്തിന്റെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഈ പ്രോഡക്റ്റിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് ഞങ്ങളെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ കോൺടാക്ട് നമ്പേഴ്സ് എല്ലാം തന്നെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളെ കമൻറ്റുകളായിട്ട് അറിയിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്ക് ബൈ.